ഹലോ, ഇറ്റ്സ് ഫ്രൈഡേ ഗൈസ്. നല്ലൊരു ഇറച്ചിച്ചോറ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാമല്ലോ, ഭയങ്കര ടേസ്റ്റ്. വാ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഒരു കുക്കറിൽ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓരോരുത്തരുടെ കയ്യിൽ നോക്കിയിട്ട് എത്ര അഞ്ച് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ ഉള്ളി അതിലേക്ക് ഇടുക. ഉള്ളി നന്നായിട്ട് വേവിക്കുന്നവരെ ഒന്ന് ഒരു ചെറിയ ബ്രൗണൊന്നും ആവണ്ട. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി പേസ്റ്റ് ആക്കിയതും കൂടി ഇടുക. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കറി മസാല, ഗരം മസാല, മഞ്ഞൾ ഇത്രയാണ് ഇട്ടത്. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതൊന്ന് സോട്ടായി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് അതും ഇടുക. അത് കഴിഞ്ഞ് തക്കാളി ഒരു തക്കാളി ഞാൻ എടുത്തത്. എല്ലാത്തിൻ്റെ അളവ് ഞാൻ കമൻറ്റ് ബോക്സിലിടാവേ. അപ്പോൾ നന്നായിട്ട് അതും ഒന്ന് വഴറ്റിയതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം വലിയ പീസ് പാടില്ല, കുറച്ച് ചെറിയ പീസ് ആയിരിക്കണം. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതൊന്ന് സോട്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ആവുന്നവരെ ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒരു ഗ്ലാസ്സിലാണ് ഒഴിച്ചത്. അത്ര ലൂസും ആവണ്ട, അത്ര ടൈറ്റും ആവണ്ട. അതിലേക്ക് ആ വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് എത്ര വിസിൽ ഓരോരുത്തരുടെ ബീഫിൻ്റെയും കുക്കറിൻ്റെ ഒക്കെ പോലെ എടുക്കാം. അതിനുശേഷം നമുക്ക് ആ ചോറൊന്ന് ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൽ 2 വലിയ ടേബിൾ സ്പൂൺ നിറച്ചും നെയ്യ് മാത്രമാണ് ഞാൻ അതിൽ നെയ്ച്ചോറാക്കാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചോറിന് യൂസ് ചെയ്തിട്ടുള്ളൂ. മറ്റേത് വെളിച്ചെണ്ണ മാത്രമാണ്. അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏലക്കായ്, ഗ്രാമ്പു, പട്ട, ബേ ലീഫ്, അങ്ങനെ ഉള്ളതെല്ലാം നമ്മുടെ അടുത്ത് എന്തെല്ലാം ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച നേരിയരി, നമ്മൾ യൂസ് ചെയ്യുന്നത് അഷ്റഫാണ്, അത് ഇട്ട് കൊടുക്കുക. അതൊന്ന് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കുക. കഴുകിയിട്ട് ഞാൻ ഊറ്റി വെച്ചാണ്. അതൊന്ന് കുറച്ച് നേരം വറുത്തെടുത്ത് അതവിടെ വെച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ അരി എടുത്ത് അതിൻ്റെ ഇരട്ടിയാണ് നമ്മളതിന് വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് വെച്ച കറിയിൽ നിന്ന് ആ ബീഫിൻ്റെ പീസും അതിൻ്റെ ബാക്കിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ജസ്റ്റ് ചാറ് മാത്രം, നീര് മാത്രം മാറ്റി വെച്ചിട്ട് അത് എത്രയാണെന്ന് അളന്നിട്ട് അതിനുശേഷം ബാക്കിയുള്ള വെള്ളം മതി നമ്മൾ ചോറിന് ആഡ് ചെയ്യാൻ. അതായത് ഞാൻ 2 കപ്പ് അരി എടുത്തത്, അപ്പോൾ മൊത്തത്തിൽ 4 ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഏകദേശം ഒരു 1.25 കപ്പോളം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് പിന്നെ നമുക്ക് ആ ബീഫ് നേരത്തെ എടുത്ത് വെച്ച ബീഫിൽ അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിത് വേവാൻ വെക്കാം. എത്രയാണ് അതിൻ്റെ വേവെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 10-20 മിനിറ്റാണ് ഉണ്ടായത്. ഒരു നാരങ്ങ ഫുള്ളും നമുക്ക് ചെറുനാരങ്ങ ഫുള്ളും പിഴിഞ്ഞ് കൊടുക്കാം. അതിന് ശേഷം പിന്നെ എനിക്കൊരു 10-20 മിനിറ്റോളം ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. ആ ഒരു സമയത്തിന് ഇത് വെന്തോളും. അതങ്ങനെ മൂടി വേവിക്കാൻ വെച്ച് അതിന് മുന്നേ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് അവിടുന്ന് വേവട്ടെ. മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് തുറന്നു നോക്കാം. അടിപൊളി ഇറച്ചിച്ചോറായിട്ടുണ്ട് ഗൈസ്. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ ആക്കിയോണ്ട് പറയല്ല. പക്ഷേ രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.